നമ്മുടെ ജീവിതത്തിൽ നാം പലതവണ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടാണ് രൂപപ്പെടുന്നത്. അവരുടെ ആലോചനകളും അവരുടെ വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ആയിട്ട്. എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാനാകില്ല എന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. നാം ചെയ്യുന്നത് എത്ര നല്ലതായാലും ആരെങ്കിലും അതിനെ വിമർശിച്ചു കൊണ്ടിരിക്കും. ആൻഡേഴ്സൻ്റെ കഥയെ ഓർമ്മയില്ലേ? ഒരു കാലത്ത് ഒരാളും അവൻ്റെ കുട്ടിയും ഒരു കഴുതയും കൂടി ഒരു ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നു. അവർ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രാമവാസികൾ അവരോട് പറയുന്നത് കേൾക്കുന്നു. ഇത്ര വലിയ ആളും കുഞ്ഞുണ്ടെങ്കിലും കഴുതയ്ക്കാരും ചുമലേൽക്കുന്നില്ല, എത്ര മോശം. ഇത് കേട്ട് അവർ കുഞ്ഞിനെ കഴുതയുടെ മേലിരിപ്പിച്ചു. അടുത്ത ഗ്രാമത്തിൽ ചിലർ പറയും, ഇവൻ ചെറുതല്ലേ, വലിയ ആളെ നടത്തിച്ചിട്ട് ഇളയവൻ മേലെ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവർ അത് മാറ്റുകയും വലിയ ആളെ കഴുതയുടെ മേൽ കയറ്റിയിരുത്തുകയും ചെയ്തു. ഇനി മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴോ ആളുകൾ പറയാൻ തുടങ്ങി, പാവം കുട്ടി, വലിയവൻ കഴുതയുടെ മേൽ കയറിയിരിക്കുന്നു, കുട്ടിയെ നടത്തിക്കുന്നു. അവൻ പിന്നീട് കുട്ടിയെയും തന്നോടൊപ്പം കഴുതയുടെ മേൽ കയറ്റി. അടുത്തയിടത്ത് മറ്റുള്ളവർ വിമർശിച്ചു, പാവം കഴുത ഇരുവരെയും വഹിക്കേണ്ടി വരുന്നു. അവസാനം അവർ കഴുതയെ താങ്ങിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അതുപോലും ചിലർ പരിഹസിച്ചു. അവനെയും കുട്ടിയെയും കണ്ടോ, കഴുത ഉണ്ടാകെ അതിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നു. അവൻ തിരിച്ചറിഞ്ഞു, എത്ര ശ്രമിച്ചാലും എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയില്ല. സത്യസന്ധമായി തനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിലാണ് മുന്നേറേണ്ടത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്നവർ ആരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങളെ നയിക്കട്ടെ. വിമർശനം ഒരു പാഠമാക്കൂ. നേരത്തെ വിമർശനം ഉണ്ടായാലും അതിൽ നിന്ന് എന്തെങ്കിലും സവിശേഷം നിങ്ങൾക്ക് നേടാനാവും. ഒരു പോസിറ്റീവ് എനർജിയെ നിങ്ങളുടെ ആ ഒരു വിമർശനത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക. ആലോചനകളെ കേൾക്കുക, പക്ഷേ ആത്മവിശ്വാസം ഒരിക്കലും വിട്ടു നൽകരുത്. നിങ്ങളുടെ യാത്ര നിങ്ങളുടേതാണ്. നിങ്ങൾ അവസാനം നിങ്ങളാകാൻ വേണ്ടി വന്നവരാണ്. അത് മറ്റാരുടെയുമല്ല, നിങ്ങളുടെ കഥ. നിങ്ങൾക്കൊരിക്കൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായം തടസ്സമായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് എങ്ങനെ കൈകാര്യം ചെയ്തു? കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും പുതിയൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.